ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9 സമയം ഇപ്പോൾ വൈകുന്നേരം 3:30 അതായത് 3:30 ആയിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് സൺഡേ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വ്ളോഗ് എടുത്തിടാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത് ഈ സ്പെക്സ് കേസ്. അപ്പോൾ നമുക്ക് ഷോർട്ട് സൈറ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഡെയിലി ഈ ഒരു സ്പെക്സ് വെച്ചിട്ട് വേണം പോകാനെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്പെക്സ് ഇനി ഡെയിലി ഉണ്ടാവും കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. ആൻഡ് ഇന്നത്തെ സ്റ്റഡി വ്ളോഗിൽ നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടു ഡു ലിസ്റ്റിൽ നമുക്ക് 6 ടാസ്ക്കാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. 6 ടാസ്കിൽ നമുക്ക് ക്ലാസ്സസ് കാണാൻ വേണ്ടിയിട്ടുണ്ട്, റിവിഷനും കൊടുത്തിട്ടുണ്ട്, പിന്നീട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ്ട്, കെമിസ്ട്രി നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട്, അങ്ങനെ ഒരു 6 ടാസ്ക്കാണ് നമ്മളിന്ന് എഴുതിയിട്ടുള്ളത് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വ്ളോഗ് ആയിരിക്കും ഇന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് സൂപ്പർ കിങ്സിലെ കുറച്ച് പെൻഡിങ് ബാക്ക്ലോഗ്സ് ഒക്കെ കാണണം. അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റഡി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കുന്നില്ല ഗൈസ്. നമ്മുടെ ഓണം എക്സാമും ഒക്കെ എടുക്കാറായി. ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഗൈസ്, നമുക്ക് പഠിക്കണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ടു ഡു ലിസ്റ്റൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റഡി ടേബിളിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 6 ടാസ്ക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 6 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാവുന്നൊക്കെ നമുക്ക് വീഡിയോ അവസാനമാകുമ്പോഴത്തേക്കും മനസ്സിലാവും. എന്തായാലും ടാസ്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിസിക്സിൻ്റെ ലെക്ചർ 3, അതായത് നമ്മുടെ കഴിഞ്ഞ സ്റ്റഡി വ്ളോഗിൽ നമ്മൾ കണ്ട കഴിഞ്ഞ സ്റ്റഡി വ്ളോഗിൽ നമ്മൾ കാണുന്നുണ്ടായ അതേ ക്ലാസ് കുറച്ച് ബാക്കിയുണ്ട് ഗൈസ്. അതിൻ്റെ പാർട്ട് 3 ക്ലാസ് വേണം നമുക്കിന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അത് ഫുള്ള് കംപ്ലീറ്റ് കാണണം. പിന്നീട് കെമിസ്ട്രിയുടെ ലെക്ചർ, അതായത് 1 ഷോട്ട് ക്ലാസ്സാണ് നമ്മൾ കെമിസ്ട്രിയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അത് ചാപ്റ്റർ 1 അതായത് നമ്മുടെ സൊല്യൂഷൻസിൻ്റെ ആണ് നമ്മളതിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സൂപ്പർ കിങ്സിലാണെങ്കിൽ നമുക്ക് 7 പാർട്ടായിട്ട് അതിൻ്റെ ക്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ബാക്ക്ലോഗ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 7 ക്ലാസ് ഇരുന്ന് കാണാൻ എല്ലാ ബാക്ക്ലോഗ്സും ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ 1 ഷോട്ട് കണ്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറേ സോൾവ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നടക്കുമെന്നറിയില്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ ഈ സെയിം ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം ഒരു കമൻറ്റ് കണ്ടിരുന്നു. എൻ്റെ കഴിഞ്ഞ സ്റ്റഡി വ്ളോഗിൽ ഏതോ ഒരാൾ കമൻറ്റ് ചെയ്തതാണ്, ബ്രോ 1 ഷോട്ട് കാണും എന്നിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതനുസരിച്ച് നമുക്ക് ഇന്നൊന്ന് ചെയ്ത് നോക്കാം. 1 ഷോട്ട് കാണാം, സൂപ്പർ കിങ്സിലെ ക്ലാസ് അല്ലാണ്ട്. ഓക്കെ, പിന്നീട് മൂന്നാമത്തെ ടാസ്ക് വെച്ചിട്ടുള്ളത് ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 റിവൈസ് ചെയ്യുക. ചാപ്റ്റർ 1 ആണ് കേട്ടോ. അതിൻ്റെ നോട്ട്സൊക്കെ ഞാനിവിടെ കറക്റ്റാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഡെറിവേഷൻസും കറക്റ്റാക്കിയിട്ടുള്ള അതിലുള്ള എല്ലാ കാര്യങ്ങളും കോൺസെപ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി അതൊന്ന് റിവൈസ് ചെയ്യാണ്ട്, അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് വെക്കണം. പിന്നീട് സോൾവ് PYQ, അതായത് ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണം. പിന്നീട് മാത്സിൻ്റെ ചാപ്റ്റർ 1 ആയിട്ടുള്ള മെട്രിസസും കൂടെ നമുക്ക് പഠിക്കണം. ചാപ്റ്റർ 1 മെട്രിസസ് അല്ല, അവിടെ നമ്മൾ പഠിച്ചത് മെട്രിസസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു മെട്രിസസും കൂടെ പഠിക്കണം. പിന്നീട് കെമിസ്ട്രി, ഇത് നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കെമിസ്ട്രി നോട്ട്സ് എഴുതാനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എഴുതണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ നമുക്ക് തുടങ്ങാം ഗൈസ്. ഫിസിക്സിൻ്റെ ലെക്ചർ 3 ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഗൈസ്. ഓക്കെ, നോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ഓക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ വീട്ടിലെ അമ്മയുടെ എപ്പോഴത്തേയും പരാതിയാണ് ഗൈസ്, ഞാൻ ഫിസിക്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ നമ്മൾ കെമിസ്ട്രിക്കും മാത്സിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. +2 എളുപ്പം എന്നല്ല, എനിക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. എക്സാമിനാകുമ്പോൾ നമുക്ക് കെമിസ്ട്രി, മാത്സും CS ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണം എക്സാമൊക്കെ എടുക്കാറായതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നോക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ടു ഡു ലിസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് ആയിട്ടുണ്ടായിരുന്ന ഫിസിക്സിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ക്ലാസ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് ആയിരുന്നു അത്. അപ്പോൾ അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. സമയം കുറച്ച് വൈകിട്ടോ. സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 6:05 ആയിട്ടോ. നല്ല രീതിക്ക് വൈകി. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് കുറച്ച് വൈകി. ഓക്കെ, ഇനി എന്തായാലും സെക്കൻഡ് ടാസ്ക് ആയിട്ട് നമുക്കുള്ളത് കെമിസ്ട്രിയുടെ ലെക്ചർ, അതായത് ചാപ്റ്റർ 1 1 ഷോട്ട് കാണാനുള്ളതാണ്. അതായത് സൊല്യൂഷൻസിൻ്റെ 1 ഷോട്ട്. നേരത്തെ പറഞ്ഞ സെയിം റീസൺ തന്നെയാണ് 1 ഷോട്ട് കാണാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ 1 ഷോട്ട് കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ ഫിസിക്സ് വാല, NCERT വരാന്ന് ഇവിടെയുണ്ട്. ഫിസിക്സ് വാലയുടെ സൊല്യൂഷൻസിൻ്റെ ഒരു 3 hour ഡ്യൂറേഷൻ വരുന്ന ഒരു 1 ഷോട്ടാണ് ഇപ്പോൾ ഞാൻ കാണാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നോക്കിയിട്ട് മനസ്സിലാവുമോ നോക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് വേറെ വീഡിയോസ് നോക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും സെക്കൻഡ് ടാസ്കിലേക്ക് നമുക്ക് കിടക്കാം ഗൈസ്. ഇപ്പോൾ ഫിസിക്സിൻ്റെ നോട്ടാണെങ്കിൽ അത്യാവശ്യം
അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഇക്വേഷൻസും ഡെറിവേഷൻസും മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ നോട്ടിൽ. എന്തായാലും നമുക്ക് ഫിസിക്സ് സൈഡിലേക്ക് വെച്ചിട്ട് നമ്മുടെ ടാസ്ക് 2 ആയിട്ടുള്ള സൊല്യൂഷൻസിൻ്റെ വൺ ഷോട്ട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഗൈസ്. +1 ആദ്യ കാലത്തും ഞാൻ ഇതേപോലെ ഹിന്ദി ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴൊന്നും എനിക്ക് ആ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് ഹിന്ദി അല്ല ഇംഗ്ലീഷ് എന്നാണ് ഇവർ ഇതിനെ പറയുന്നത് കേട്ടോ, അതായത് ഹിന്ദി ഇംഗ്ലീഷ് മിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ മനസ്സിലാവില്ല എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മനസ്സിലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് എടുത്ത് പോകുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഇവരുടെ ക്ലാസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുത്ത് കണ്ടത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഇത് മുഴുവനും ഈ ഒരു കെമിസ്ട്രിയുടെ വൺ ഷോട്ട് മുഴുവനും ഞാൻ ഈ ഒരു ക്ലാസ് തന്നെ കാണാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ കെമിസ്ട്രിയുടെ ക്ലാസ് അങ്ങനെ കണ്ട് വരികയാണ് ഗൈസ്. ഇപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് 1 അവറിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും 2 അവറിൻ്റെ ക്ലാസ് ഇതിൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 7:59, അത് ഏകദേശം 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ചെറിയൊരു ബ്രേക്കാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും പോയിട്ട് കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അതുവരേക്കും ബ്രേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നോട്ട്സൊക്കെ എഴുതിയാൽ മനസ്സിലാവുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചായിരുന്നു. ഈ ഒരു ഹിന്ദി ഇംഗ്ലീഷ് ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ മനസ്സിലാവുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ബ്രേക്കാണ്. നമുക്ക് എന്തായാലും ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ചിട്ട് വി ആർ ബാക്ക് ആയി. സമയം 9:38 കേട്ടോ. കുറച്ചധികം വൈകി. ഇനി എന്തായാലും നമ്മുടെ ഈ ഒരു 3-4 ടാസ്കും ബാക്കിയുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആകുമോയെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് മാക്സിമം ഇരിക്കാം. നാളെ എന്തായാലും സ്കൂളിൽ പോകണം ഗൈസ്. അതുകൊണ്ട് തന്നെ അധികം ലേറ്റ് ആക്കാനും പറ്റില്ല. എന്തായാലും നമുക്ക് ഒട്ടും തന്നെ വൈകിപ്പിക്കാണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, നോട്ടും ഓപ്പൺ ചെയ്യാം, നമ്മുടെ ക്ലാസ് എടുക്കാം. ലെറ്റ്സ് കണ്ടിന്യൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് ബാക്കി കാണാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ കെമിസ്ട്രിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഞാൻ കുറച്ച് നല്ല കേസ് അത്യാവശ്യം അധികം ബാക്കിൽ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിലാണ്, സൊല്യൂഷൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാനിപ്പോൾ കെമിസ്ട്രിയുടെ കേസ് എടുത്ത് നോക്കാനുള്ളത്. പക്ഷേ ഫിസിക്സിലും മാത്സിലൊക്കെ ഞാൻ അത്യാവശ്യം മുൻപിലെത്തി കേട്ടോ. നമ്മുടെ ഓണം എക്സാമിനാണെങ്കിൽ കെമിസ്ട്രിയിൽ നമുക്ക് D&F ബ്ലോക്ക് വരും, അതായത് 4 ചാപ്റ്ററാണ് നമുക്ക് ഓണം എക്സാമിനുള്ളത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് മാക്സിമം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സബ്ജക്റ്റിലും ഞാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഗൈസ് സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 11:30 നമ്മളിപ്പോൾ ഈ ഒരു കെമിസ്ട്രിയുടെ ക്ലാസ് കാണുന്നത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഗൈസ്. കാരണം നമുക്ക് നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ നാളെ സ്കൂളിലും പോകണം. അതുകൊണ്ട് ഞാൻ അധികം ലേറ്റ് നൈറ്റ് ഇന്നിപ്പോൾ ഇരിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ്സും ഈ എല്ലാ ടാസ്കൊന്നും ഇപ്പോൾ ചെയ്തിട്ടാവില്ല. ഞാൻ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും കിടക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ക്ലാസ് പോയിട്ട് ഭയങ്കര രീതിക്ക് ഉറക്കം വരും ഗൈസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ സീനാണ്. ക്ലാസ്സിന് പുറത്താക്കും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ എന്തായാലും ഞാനിപ്പം ഇവിടെ ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് റിവൈസ് ചെയ്തിട്ട് ഞാൻ കിടക്കാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള 4 ടാസ്കും, അതായത് ഈ ഒരു പെൻഡിങ് ആയിട്ടുള്ള 3 ടാസ്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കെമിസ്ട്രിയുടെ ബാക്കിയുള്ള പകുതി ക്ലാസ് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ 39 മിനിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ നാളെ രാവിലെ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് കാണും. അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തു കേട്ടോ എന്തായാലും. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ ഈ ഒരു ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 നമുക്ക് റിവൈസ് ചെയ്യാം ഗൈസ്. ഇവിടെ നോട്ടുണ്ട് കേട്ടോ, അതെടുത്തിട്ട് നമുക്ക് റിവിഷൻ തുടങ്ങാം. അപ്പോൾ നോട്ട് എടുത്തു ഗൈസ്. നമ്മൾ ഇതിലെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഞാൻ പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് വരാം. +1 +2 സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഈ മറന്നു പോവുക ബ്രോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫസ്റ്റ് പാഠം പഠിച്ചു, എന്നിട്ട് 2ാമത്തെ പാഠം അല്ലെങ്കിൽ 3ാമത്തെ പാഠം എത്തുമ്പോഴത്തേക്കും ഫസ്റ്റ് പാഠം മറന്നു പോകും. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനുള്ള ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ ഗൈസ്, റിവൈസ് ചെയ്യാന്നുള്ളത്. അധികം ആൾക്കാർ ഇത് ചെയ്യാൻ വിട്ടുപോകും. പക്ഷേ +1 +2ലാണ് ഇത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഇതുവരെയായിട്ട്. ഇനി അങ്ങോട്ട് മുമ്പോട്ടും ഉണ്ടാകും, പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് ഏറ്റവും അധികം കിട്ടിയിട്ടുള്ളത്. SLCയിലൊന്നും ഞാൻ അത്ര ഇതായിരുന്നില്ല ഗൈസ്. പക്ഷേ +1 +2 റിവിഷൻ ഈസ് മസ്റ്റ്. അങ്ങനെ ഗൈസ് സമയം 12:05 ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇന്നത്തെ ഈ ഒരു സ്റ്റഡി സെഷൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് രാവിലെ നോക്കാം ഗൈസ്. റിവിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടില്ല കേട്ടോ ഗൈസ്. എനിക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഫസ്റ്റ് ചാപ്റ്ററിൽ 2, 3, 4, 5 അവറോളം ഡെറിവേഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ്, ഉറപ്പായിട്ടും ക്വസ്റ്റ്യനിൽ എക്സാമിലൊക്കെ ചോദിക്കാവുന്ന ഡെറിവേഷൻസ്. അതൊന്നും എഴുതി പഠിച്ചിട്ടില്ല. അത് എഴുതി പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ രീതിക്ക് മടി തോന്നുന്നുണ്ട്. കാരണം വൈകുന്നേരം മുതലേ ഇങ്ങനെ കുറേ ക്ലാസ്സൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ മടി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ലേറ്റ് നൈറ്റ് ഇരുന്നേനെ. വേറൊരു കാര്യം എന്ന് പറയുന്നത് നാളെ രാവിലെ സ്കൂളിലും പോകണം ഗൈസ്. എനിക്ക് ഉറക്ക് നേരെയില്ലെങ്കിൽ ക്ലാസ് പോയിട്ട് എനിക്ക് നല്ല രീതിക്ക് ഉറക്കം വരും ഗൈസ്. ഒന്നുകിൽ ഒട്ടും ഉറങ്ങാണ്ടിരിക്കണം. ഒട്ടും ഉറങ്ങാണ്ടിരുന്നാൽ എനിക്ക് പിന്നെ ഉറക്കത്തിൻ്റെ സീനില്ല. കുറച്ചുറങ്ങിയാൽ
നല്ല സീനാണ്. ആ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും പോയിട്ട് ഉറങ്ങാം. രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. എഴുന്നേറ്റ് ഓക്കെ, അല്ലെങ്കിൽ അതും പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു 6 ടാസ്ക് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സ്റ്റഡി വ്ളോഗിന് വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ ഒരു 3 ചെയ്തു എന്ന് പറയാം. അതിലൊന്ന് മാത്രമേ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഫിസിക്സിൻ്റെ ലെക്ചർ 3 കാണാമെന്നുള്ളത്. പിന്നെ കെമിസ്ട്രിയുടെ 1 ഷോട്ടും നമ്മൾ പകുതിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. റിവിഷൻ ഏകദേശം കഴിഞ്ഞു, എന്തെങ്കിലും ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആ ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്കണം. പിന്നീട് ബാക്കിയുള്ള 3 ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നുള്ളതും കെമിസ്ട്രിയുടെ നോട്ട്സ് എഴുതാന്നുള്ളതും പിന്നെ മാത്സിൻ്റെ ചാപ്റ്റർ 1 റിവൈസ് ചെയ്യാന്നുള്ള 3 ടാസ്ക്കാണ് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും. നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ടു ഡു ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഒരു ടു ഡു ലിസ്റ്റിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയിട്ട് കിടക്കാൻ ഗൈസ്. അപ്പോൾ നാളെ രാവിലെ കാണാം. സോ ഗുഡ് നൈറ്റ് ഗൈസ്, സീ യു ഇൻ ദ മോർണിംഗ്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ രാവിലെയല്ല സമയം. ഓക്കെ, ഇപ്പോൾ രാത്രി 9:31 കേട്ടോ. രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അലാറമൊക്കെ വെച്ചു. അലാറം കേട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് മടി, നല്ല രീതിക്ക് ഉറക്കുന്നതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ഇവിടെ ഉറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോയി. പിന്നെ ഇപ്പോൾ വൈകുന്നേരം എത്തി ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും സമയം 9:31. എന്തായാലും നമ്മളിപ്പം ഇപ്പോഴാണ് ഈ ഒരു ബാക്കിയുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു മുഴുവൻ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കിടക്കുന്നുള്ളൂ ഗൈസ്. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ സൊല്യൂഷൻസിൻ്റെ 1 ഷോട്ട് ബാക്കിയുള്ളത് കാണാൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു 1.5 അവറിനടുത്തോളം ഏകദേശം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ രാവിലെ എഴുന്നേക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു ഗൈസ്, നടന്നില്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇപ്പോൾ രാത്രിക്ക് നോക്കാം. എന്തായാലും നമ്മുടെ സമയമൊക്കെ കുറഞ്ഞു വരികയാണ് ഗൈസ്. എക്സാംസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സമയം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ സമയവും പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, മാക്സിമം പഠിക്കുക, മാക്സിമം റിവൈസ് ചെയ്യുക, അതൊക്കെ ചെയ്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, അതൊക്കെ ചെയ്ത് മാക്സിമം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ ഓണം എക്സാമിൻ്റെ എക്സാം ടൈം ടേബിൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ബയോളജി സയൻസുകാർക്ക് സെറ്റ് ടൈം ടേബിളായി. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കുറച്ചൊരു പണി. അതായത് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ഒന്നിച്ചാണ് വരുന്നത്. ബയോളജിക്കാർക്കെല്ലാം വേറെ സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ലാംഗ്വേജ് മാത്രം കെമിസ്ട്രിയുടെ ഒന്നിച്ചോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എക്സാം ടൈം ടേബിളിൻ്റെ അവസ്ഥ. എന്തായാലും നമുക്ക് ഒട്ടും തന്നെ വൈകിപ്പിക്കാണ്ട് കെമിസ്ട്രിയുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ ഗൈസ്. അപ്പോൾ ഈ ഒരു ടാസ്ക് നമുക്ക് നമ്മുടെ സെക്കൻഡ് ടാസ്ക് വാച്ച് കെമിസ്ട്രി ലെക്ചർ, ഓക്കെ, അതെന്തായാലും ഇപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഗൈസ്. വീഡിയോ അല്ല, നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് നമുക്കിത് എന്തായാലും കാണാൻ വേണ്ടി തുടങ്ങാം. അത്യാവശ്യം നല്ല ഡ്യൂറേഷനുള്ള ഒരു 1 ഷോട്ട് ആയതുകൊണ്ട് തന്നെ ഗൈസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് കുറേ ടൈമും എടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരൊറ്റ ടു ഡു ലിസ്റ്റ്, അതായത് ഈ ഒരു 6 ടാസ്കും ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഒരു 3 മണി മുതൽ ഒരു മാക്സിമം ഒരു 11 മണി വരെ മാത്രമേ പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാ ടാസ്കും തീരുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ ഒരു സ്റ്റഡി വ്ളോഗ് തുടങ്ങിയത്. പക്ഷെ എന്തായാലും നമ്മൾ 2ാമത്തെ ദിവസത്തിലേക്കും കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവസാനം വരെ നോക്കാം എല്ലാ ടാസ്കും ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ഞാൻ ചെയ്യാണ്ട് വിട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് തീർത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ കെമിസ്ട്രിയുടെ സൊല്യൂഷൻസിൻ്റെ 1 ഷോട്ട് ഏകദേശം 3 അവറിൻ്റെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയി. ടൈം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 11:39 ആയിട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വൈകി ആൻഡ് കുറേ സമയം എടുത്തിട്ടാണ് ഈ ഒരു ക്ലാസ് മനസ്സിലാക്കിയത്. ആൻഡ് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ സോൾവ് ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഞാനിപ്പം ഓരോ പാഠങ്ങളും ബാക്ക്ലോഗ്സ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നോട്ട്സും ഒക്കെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ടാസ്കും കൂടെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആയി. ഈ ഒരു ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 നമ്മൾ റിവൈസ് ഇന്നലെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഈ റിവിഷൻ ഞാൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ 4th ടാസ്ക്കായിട്ട് നമുക്കുള്ളത് ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരുപാട് ബുക്സ് ഉണ്ട്, ബുക്സ് നോക്കിയിട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ സൈലത്തിൽ നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ തന്നെ നമുക്കിവിടെ ഇതുണ്ടല്ലോ, ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് സീരീസ് അല്ല, ഇവിടെ ഇൻഫിനിറ്റ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ടാണ് ഞാനിപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുള്ളത്. അതാകുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൽ തന്നെ ക്ലാസ് വന്നിട്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുമല്ലോ. അതോടെ നമുക്ക് ആ ഒരു ചാപ്റ്ററും കൂടെ പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡാണ് ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല ഗൈസ്, ഒരു
കൂടിപ്പോയ ഒരു 10 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടിപ്പോയ മീൻസ് അത് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ഇതൊക്കെ ചെയ്യണം. അതുകൊണ്ട് നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഗൈസ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ മിക്സ്ഡ് ലെവലിൽ പ്രാക്ടീസ് മോഡിൽ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. സോ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്തിട്ട് വരാം. സത്യം പറയുകയാണെങ്കിൽ ഗൈസ്, ഞാൻ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഞാൻ ആകെ 3 ക്വസ്റ്റ്യൻ മാത്രമേ 10 ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്തതിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിലാകെ 2 ക്വസ്റ്റ്യൻ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ആ 2 ക്വസ്റ്റ്യനും ഞാൻ കറക്കി കുത്തിയ ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് ഞാൻ ഈ ഒരു ടൈം ലാപ്സ് വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. ആൻഡ് യൂട്യൂബിൽ അതിൻ്റെ സൊല്യൂഷൻസും കൂടെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യം അതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു യൂട്യൂബ് സൊല്യൂഷൻസ്, അതായത് അതിൻ്റെ താഴെ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിയാലോ കറക്റ്റ് ആയാലോ അതിൻ്റെ താഴെ സൊല്യൂഷൻസ് കൊടുക്കുന്നത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഈ ഒരു എക്സാം ഇപ്പോൾ ഇവിടെ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇതെനിക്ക് മാത്രം തോന്നിയ പ്രോബ്ലം ആണോ എന്നറിയില്ല ഗൈസ്. ഇപ്പോൾ ഇവിടെ ഇൻഫിനിറ്റ് പ്രാക്ടീസിൽ പോയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഈ ഒരു നമ്മുടെ ക്ലാസ്സിലെടുക്കാത്ത ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ക്ലാസ്സിലെടുക്കാത്തൊരു കോൺസെപ്റ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1, 2, 3 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു. 3 എനിക്ക് അതേപോലെയാണ് തോന്നിയത്. അതിന് ഞാൻ പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണോ എന്നും കൂടെ എനിക്കറിയില്ല കേട്ടോ. സോ എന്തായാലും അങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാനിപ്പോൾ ഫേസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ ഞാനത് എക്സാം വേണ്ടാന്നൊക്കെ ഉള്ള കാരണം വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഇൻഫിനിറ്റ് പ്രാക്ടീസിലാണ് കേട്ടോ, വേറെ ടെസ്റ്റ് സീരീസിലൊന്നുമല്ല, ഇൻഫിനിറ്റ് പ്രാക്ടീസിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ 3 വർഷം മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ 3 വർഷം മുന്നേ നമ്മുടെ NTA സിലബസൊക്കെ അതിനുശേഷം ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു ഇതിൽ പറയുന്ന സിലബസിലെ ടോപ്പിക്സൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, മേ ബി. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോഴും അതിൽ. അപ്പോൾ എന്തായാലും എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ബുക്സാണ് കേട്ടോ. അതായത് നമ്മുടെ 2026-27 ജെയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബുക്സാണത്. അപ്പോൾ നമുക്ക് പിന്നീട് വേറൊരു ദിവസം അത് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എന്തായാലും ഈ ഒരു പ്രോബ്ലം ഞാൻ മെൻറ്ററിനോടും കൂടെ ചോദിക്കുന്നുണ്ടാവും. ഞാൻ ഉറപ്പായിട്ടും പറയല്ല കേട്ടോ ഗൈസ്, ഞാൻ കൺഫേം ആയിട്ട് പറയല്ല. ചിലപ്പോൾ ഞാൻ പഠിക്കാത്തത് കൊണ്ടുള്ള തെറ്റായിരിക്കാം. ആർക്കെങ്കിലും ഇതേപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ 3 ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു 3 അല്ല 4 ടാസ്ക് ഇവിടെ സോൾവ് ഫിസിക്സ് ചാപ്റ്റർ 1 ക്വസ്റ്റ്യൻസ് നമ്മളെന്തായാലും കംപ്ലീറ്റ് ആയെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇനി എന്തായാലും മാത്സിൻ്റെ ചാപ്റ്റർ 1 അത് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ടാവും ഗൈസ്. കാരണം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് എന്നല്ല, പൊതുവെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് മാത്സിൻ്റെ ചാപ്റ്റർ 1. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്തിട്ട് കെമിസ്ട്രിയുടെ നമുക്ക് 1-2 പേജ് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടുണ്ട് ഗൈസ്. സോ അത് എഴുതിയിട്ട് നമുക്ക് കിടക്കാം ഗൈസ്. അത്യാവശ്യം വൈകിട്ടുണ്ട്, സമയം ഇപ്പോൾ 12 മണിയായി ഗൈസ്. ഓക്കെ, അവിടുത്തെ ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, 12 മണിയായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാത്സ് റിവൈസ് ചെയ്തിട്ട് വരാം. സോ റിവൈസ് ചെയ്തിട്ട് വരാം ഗൈസ്. മാത്സിൻ്റെ കേസിൽ ഞാനിപ്പോൾ ഇവിടെ സ്ലൈഡ്സ് നോക്കിയിട്ട്, അതായത് നമ്മൾ കണ്ട ക്ലാസ്സിൻ്റെ സ്ലൈഡ്സ് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ മാത്സിൻ്റെ നോട്ട് എഴുതിയത്, പൊതുവേ ഞാൻ മാത്സിൻ്റെ നോട്ട് എഴുതുന്നത് എനിക്ക് പിന്നീട് ഞാൻ വായിക്കുന്ന പോലത്തെ നോട്ട്സ് അല്ല ഞാൻ എഴുതാറ്. കാരണം എനിക്ക് എന്തോ ഒരു കംഫർട്ടബിൾ അല്ല ഗൈസ് ഞാൻ എഴുതിയ മാത്സ് നോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെട്രിസസിൻ്റെ റിവിഷനും അങ്ങനെ പെട്ടെന്നൊന്ന് നമ്മൾ തീർത്തിട്ടുണ്ട്. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പൊടിയിട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു സ്റ്റഡി വ്ളോഗിലെ ലാസ്റ്റത്തെ ടാസ്കിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു 4ാമത്തെ ടാസ്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറൊരു സ്റ്റഡി വ്ളോഗിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കെമിസ്ട്രി നോട്ട്സ് അതൊരു 2 പേജ് മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12:27 നാളെ ആണെങ്കിൽ സ്കൂളിലും പോകണം. ഒട്ടും തന്നെ വൈകിപ്പിക്കുന്നില്ല, കുറച്ചൊരു 2 പേജ് നോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. സോ നമുക്ക് എഴുതിയിട്ട് വരാം ഗൈസ്. ബാഗ് ഇവിടെ ഉണ്ട്. സോ ബുക്ക് എടുത്തിട്ട് എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നോട്ട്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഗൈസ്, ഞാൻ അധികം നോട്ട് കംപ്ലീറ്റ് ആക്കാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്കധികം പെൻഡിങ് ആയിട്ട് സ്കൂളത്തെ നോട്ട്സൊക്കെ ഉണ്ടാവാറുണ്ട് ഗൈസ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ എഴുതുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് ഞാൻ ഏത് നോട്ട്സിനാണ് അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ തന്നെ ഇഷ്ടത്തോടെ എഴുതുന്ന ആ ഒരു നോട്ട്സൊക്കെ നിങ്ങൾക്കറിയാം. ഇതിപ്പോൾ നമുക്ക് ഷോർട്ടാക്കിയിട്ട് നമുക്ക് നമ്മളുടേതായ കോൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിലൊന്നും നമുക്ക് സ്കൂളത്തെ നോട്ട് എഴുതാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് ടീച്ചർ പറയുന്ന പോലെ മാത്രമേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് സ്കൂളത്തെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് പോവാറ്. പിന്നെ നമ്മുടെ ബാച്ചിൻ്റെ സൂപ്പർ കിങ്സിൻ്റെ നോട്ട്സ് ഞാൻ എൻ്റേതായ രീതിക്ക് കോൺസെപ്റ്റൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ചെറുതാക്കിയിട്ടൊക്കെ ഞാൻ ആ ഒരു നോട്ട് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.
സോ നമ്മുടെ ടു ഡു ലിസ്റ്റ് ഈസ് ഫൈനലി കംപ്ലീറ്റഡ് ഗൈസ്. 2 ദിവസം എടുത്തെങ്കിലും സംഭവം അത്യാവശ്യം നല്ല ഹെവി ടാസ്കുകളായിരുന്നു. ആദ്യത്തെ ഒരു 2-3 സാധനങ്ങളും അത്യാവശ്യം നല്ല ഹെവി സാധനമായിരുന്നു. ഏറ്റവും അധികം ടൈം എടുത്തത് നമുക്ക് കെമിസ്ട്രിയുടെ ആ ഒരു വൺ ഷോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 3 മണിക്കൂറാണ് ക്ലാസ് ഉള്ളതെങ്കിലും കുറേ ടൈം എടുത്തിട്ടാണ് ഞാനതിൻ്റെ നോട്ട് എഴുതി ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കെമിസ്ട്രിയുടെ നോട്ടാണെങ്കിലും നമുക്കിപ്പോൾ എഴുതിയിട്ടായി ഗൈസ്, അപ്പോഴത്തേക്കും അടുത്ത നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നമുക്കിപ്പോൾ ഒന്നും എഴുതുന്നില്ല, അതെന്തായാലും പിന്നീട് എഴുതാം. ഏകദേശം ഞാൻ എഴുതാൻ വിചാരിച്ച ഇത്ര ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും പോയി കിടക്കുകയാണ് ഗൈസ്, അല്ലെങ്കിൽ നാളെ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ സമയം 12:50 ഗൈസ്, 1 മണി ആവാറായി. അപ്പോൾ എന്തായാലും പോയി കിടക്കുകയാണ്. നമ്മുടെ ടു ഡു ലിസ്റ്റ് അങ്ങനെ കംപ്ലീറ്റ് ആയി. സോ നമ്മുടെ എല്ലാ ടാസ്കും അങ്ങനെ കംപ്ലീറ്റ് ആയി ഗൈസ്. ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് എന്തായാലും അപ്പോൾ ഇവിടെ കഴിയാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. 2 ദിവസം എടുത്ത് ഒരു ദിവസത്തെ ടു ഡു ലിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്ന ടാസ്കുകളായിരുന്നു ഇതൊക്കെ. നമ്മൾ 2 ദിവസം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിരിക്കും കേട്ടോ, കാരണം ഈ ഒരു 6 ടാസ്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് തെറ്റുകളൊക്കെ തിരുത്തി ഒരുമിച്ച് മുന്നേറാം ഗൈസ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിലേക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അഭിനവ് വൈകെ. ഡു സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് നടക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. മൈക്കൊക്കെ എടുത്തിട്ട് ഇവിടെ പെട്ടിയിലാക്കിയിട്ട് ഇവിടെ സൈഡിലേക്ക് വെക്കും. ഈ ഒരു പെന്നിൻ്റെ സ്റ്റാൻഡ് ഇതിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ട്രൈപ്പോഡിൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ ഗുരുതരാവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ അതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബുക്കൊക്കെ ഇങ്ങനെയുണ്ട്. പൗച്ച് എടുത്തിട്ട് വെക്കും കേട്ടോ. പൗച്ചിൽ പെന്ന് എടുത്തിട്ട് വെക്കും. അതിന് ടോപ്പാണെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നേരെ ബാഗ് എടുക്കും. ബാഗ് ഇവിടെയുണ്ട് കേട്ടോ. ബാഗിൽ ഈ ഒരു കെമിസ്ട്രി നോട്ട് ഇട്ട് വെക്കും. നാളെ ഏകദേശം റെക്കോർഡൊന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അതും കൂടെ നോക്കിയിട്ട് റെക്കോർഡും കൂടെ എടുത്ത് വെക്കും. വാട്ടർ ബോട്ടിലൊക്കെ നാളെ രാവിലെ എഴുന്നേറ്റ് മാറ്റും. ടൈം ടേബിളൊന്നും അങ്ങ് നോക്കുന്നില്ല ഗൈസ്. ഏകദേശം എല്ലാ പീരീഡും നാളെ ഉണ്ട്. സോ എല്ലാവരും അല്ല, ഏകദേശം സെയിം ടൈം ടേബിൾ തന്നെയാണ്. അതുകൊണ്ട് ടൈം ടേബിളൊന്നും അങ്ങനെ നോക്കുന്നില്ല. റെക്കോർഡ് മാത്രം മാറ്റിയിട്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇനി നേരെ പോയി കിടക്കുകയാണ് ഗൈസ്. ഇനി ഈ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫാൻ ഇട്ടിട്ട് പോയി കിടക്കും. ഇപ്പോൾ ഫാൻ ഓഫ് ചെയ്ത് നമ്മുടെ വോയിസിന് പ്രശ്നമാവേണ്ട വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ. സോ ഗുഡ് നൈറ്റ് ഗൈസ്, ഗുഡ് നൈറ്റ്. ഇതാണ് വീഡിയോ ഓഫാക്കി കഴിഞ്ഞിട്ട് നടക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ളൂ. സോ ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ ബൈ.